വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഒരു ചെറിയ സന്ദേശം ഇതാണ്. നാം പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. എന്നാൽ ചില പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുന്നു, ചില പ്രാർത്ഥനകൾക്ക് മറുപടിയില്ല. പ്രത്യേകിച്ച് ഒരു കർത്താവിൻ്റെ ദാസൻ എന്ന ലെവലിൽ. പക്ഷെ ഞാൻ ആ വിഷയത്തിന് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താ മറുപടി ലഭിക്കാത്തത്? ചിലരുടെ ഹൃദയത്തിൽ ദുഷ്ടനായവൻ നിന്റെ കുറവ് കൊണ്ടാണ്, അല്ലെ നിന്റെ ബലഹീനത കൊണ്ടാണ്, നീ എന്തോ വലിയ പാപം ചെയ്തു എന്നൊക്കെ ഒരു പാപബോധം, പാപബോധം പരിശുദ്ധാത്മാവാണല്ലോ നൽകുന്നത്, കുറ്റബോധം. അപ്പൊ അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ചിലര് ഒന്ന് പ്രാർത്ഥിച്ച ആ വിഷയത്തിനൊരു മറുപടി കാണുന്നില്ലെന്ന് കാണുമ്പോൾ പെട്ടെന്ന് അവർ ആ പ്രാർത്ഥനയുടെ ആ സാഹചര്യത്തിൽ നിന്ന് അവർ പിന്മാറും. എന്നാൽ ചിലര് വളരെ റെയറായിട്ട്, കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ ചുരുക്കം പേര് ആ വിടുതലിലേക്ക് വരുന്നു. ഇപ്പം കർത്താവ് നാളിതുവരെ എനിക്ക് നൽകിയ ഒരല്പം ആത്മമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ഒരു വെളിപ്പാട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു വിടുതലായിരിക്കും. മർക്കോസിന്റെ സുവിശേഷം 11:24 കർത്താവ് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ യാചിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകുമെന്ന് പറഞ്ഞു. Whenever you pray, you believe you already received, then you will have. Thank you, Holy Spirit. ഇത് വലിയൊരു മർമ്മമാണ് കർത്താവ് പറയുന്നത്. നമുക്കറിയാം ഇതിൻ്റെ പശ്ചാത്തലം. യേശു അത്തിയെ ശപിക്കുന്നു, പെട്ടെന്ന് അത് ഉണങ്ങുന്നു. ഉടനെയല്ല, ആ പ്രോസസ്സ് വേര് മുതൽ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം ശിഷ്യന്മാർ നടന്നു പോകുമ്പോൾ പത്രോസാ ചോദിക്കുന്നു, ഗുരു നീ ശപിച്ച അത്തി ഉണങ്ങി. യേശു പറഞ്ഞു, ഞാൻ ഈ അത്തിയോട് ചെയ്ത് നിങ്ങളും ചെയ്യും. എന്നാൽ ഒരുവൻ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്ന സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, അതടുത്ത പ്രാർത്ഥനയുടെ വേറൊരു തലമാണ്. നമുക്ക് അടുത്തൊരു മെസ്സേജിൽ അത് ചിന്തിക്കാം. കൽപ്പിച്ചാൽ അത് നീങ്ങിപ്പോകും, ഹൃദയത്തിൽ സംശയിക്കാതെ. ഇവിടെ കർത്താവ് എല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ചോദിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. അപ്പൊ ഞാൻ ചിന്തിക്കുക, നമുക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കണമെങ്കിൽ നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, ആ വ്യക്തിയിലുള്ള ഒരു വിശ്വസ്തതയെക്കുറിച്ച് നാം അറിയണം. 91 സങ്കീർത്തനത്തിൽ പറയുന്നത്, അവൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലയുമാകും. ഹിസ് ട്രൂത്ത്ഫുൾനെസ് ഈസ് ഷീൽഡ് ആൻഡ് ബക്ലർ ഫോർ us. അപ്പം അത് നമുക്കൊരു ഉറപ്പാണ്. നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. രണ്ടാമത്, അദ്ദേഹം വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. ആളിനെ കുറിച്ചുള്ള ഉറപ്പാണ് നമുക്കത് ലഭിക്കുമെന്നുള്ള വിശ്വാസം. ഞാൻ വീണ്ടും പറയട്ടെ, ഒരു വെളിപ്പാട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഈ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ റിസൾട്ട് 100% നിങ്ങൾക്ക് ലഭിക്കും. അതായത് പണ്ടൊരു കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞ, 2 പേര് തമ്മിൽ ഒരു ഭൂമി വിൽപ്പന, വസ്തു വിൽപ്പനയിൽ അവർ തമ്മിൽ ഡീല് ചെയ്യുമ്പോഴേ, അപ്പോൾ അതിന് നമുക്കറിയാം, അതിലൊരു വ്യവസ്ഥയുണ്ട്. എന്തെങ്കിലും ടോക്കൺ അഡ്വാൻസ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ അഡ്വാൻസ്, അതിന് കരാറുണ്ട്. ആദ്യം ഇത്ര, പിന്നെ ഇത്ര മാസം അതിൻ്റെ പീരീഡ് ടൈം വെക്കുകയാണ്. എന്നാൽ ഇദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഇവർ തമ്മിൽ ഡീൽ ചെയ്യുമ്പോൾ മറ്റേ ആളിനെ, എതിർ കക്ഷിയെ, ഈ കൊടുക്കുന്ന ആൾക്ക് വിശ്വാസമാണെങ്കിൽ, അല്ലെങ്കിൽ വാങ്ങുന്ന ആൾക്ക് വിശ്വാസമാണെങ്കിൽ, ആ തുകയുടെ ടോക്കൺ അഡ്വാൻസോ ആദ്യത്തെ അല്ല, മുഴുവൻ ആ കരാർ എഴുതുന്നതിന് മുമ്പ് കൊടുക്കുക. പകുതി കൊടുക്കുന്നവരുണ്ട്, 3/4 കൊടുക്കുന്നുണ്ട്, മുഴുവനും കൊടുക്കുകയാണ്. ആ വ്യക്തി അത്രയ്ക്ക് വിശ്വാസം. അപ്പം യേശു പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ദൈവം അത് കേൾക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു ഉറപ്പാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ആ ഒരു ഉറപ്പാണ്. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത് മാത്രമല്ല, ആ വചനം പറയുന്ന, അവൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി നമ്മുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നിരുന്ന പരിശുദ്ധാത്മാവേ ഞാൻ നന്ദി പറയുന്നു. അപ്പം നമ്മൾക്ക് വേണ്ടി നീതിമാന്മാരാരാണ്? യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ, യേശുവിനെ സ്വന്തം കർത്താവായി സ്വീകരിച്ചവർ, അവൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടത്, കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്തവർ, ശരീരം പരിശുദ്ധാത്മ മന്ദിരമായി മാറിയവർ, സഭയോട് ചേർന്നവർ. അവൻ ദൈവനീതി സ്വീകരിച്ച വ്യക്തിക്ക് വേണ്ടി അവൻ്റെ കണ്ണു തുറന്നിരിക്കുക. അവനെപ്പോഴും നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ അലേർട്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുസരണത്തിലും പത്യോപദേശത്തിലും നല്ല ബാലശിക്ഷയിലും ദൈവിക നിയന്ത്രണത്തിലും വളരുന്ന കുഞ്ഞുങ്ങൾ അവരെന്ത് യാചിച്ചാലും കൊടുക്കാൻ ആ പിതാവ് തയ്യാറാണ്. പിതാവും മാതാവും എപ്പോഴും അവരുടെ
ആ ആവശ്യങ്ങൾക്ക് അവർ വളരെ ശ്രദ്ധാലുവാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ തെളിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങൾ ഇങ്ങനെ നല്ല നല്ല ദാനങ്ങളെ കൊടുക്കുന്നെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനോട് ചോദിച്ചാൽ നന്മകൾ എത്ര അധികം, ഹൗ മച്ച് മോർ എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പം ആ നന്മകൾ എന്നിടത്ത് ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത് നാം ശ്രദ്ധിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആ നന്മകളുടെ സ്ഥാനത്ത് പരിശുദ്ധാത്മാവെന്നാണ് പറയുന്നത്. അപ്പം നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ആ ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്യുമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ്. എനിക്കത് ലഭിച്ചു. അപ്പം ലഭിച്ചു എന്ന് ചിന്തിച്ചാലോ, ഇപ്പൊ ഒരാൾ എന്നോട് പറയുക, ഞാൻ നിങ്ങൾക്കൊരു കാറ് വാങ്ങിത്തരാൻ പോവാണ്, ഞാൻ നിങ്ങൾക്കൊരു വീട് വെച്ച് തരാൻ പോവുകയാണ്, നിങ്ങളുടെ മകന് ഞാനൊരു ജോലി വാങ്ങിത്തരാം. ആ വ്യക്തി വാക്കുകളിൽ വിശ്വസ്തനാണെങ്കിൽ എനിക്കത് ലഭിച്ചതുപോലെ സന്തോഷിക്കാൻ കഴിയും. ഞാനതിൻ്റെ ഭാഗങ്ങൾ പറഞ്ഞ് ശ്രദ്ധിക്കണമേ. എനിക്കത് ലഭിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരോട് പറയാൻ ഞാൻ താല്പര്യപ്പെടും. ഞാൻ പറയാണ്, എനിക്കൊരു കാറ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു, എന്നെ ഇങ്ങനെ സഹായിക്കാവുന്ന ഒരാൾ പറഞ്ഞു. അപ്പം ഞാൻ പലരോട് പറയുക. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും, എനിക്കൊരു വാഹനം ലഭിച്ചു. അതെങ്ങനെ ലഭിച്ചു? എനിക്ക് ലഭിച്ചു. അതെങ്ങനെ അറിയാം? അത് ലഭിച്ചു. എനിക്ക് ആ ബാങ്കിലെ ആ വിഷയം ഞാൻ സോൾവ് ചെയ്തു. അല്ല, നിങ്ങൾ ഇന്നലെയും പറഞ്ഞല്ലോ അത് സോൾവ് ചെയ്തില്ല, അതിന് ഇച്ചിരി പ്രശ്നമുണ്ടല്ല, സോൾവ് ചെയ്തു. കാരണം ആ മറ്റേ വ്യക്തി പറഞ്ഞ വാക്കെൻ്റെ ഉള്ളിൽ കിടക്കുക, ഞാനത് ചെയ്യാം. അപ്പം നിങ്ങൾ അതുപോലെ നടക്കണം. അതാണ് അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്. ദൈവം അവനോട് പറഞ്ഞു, ആ വ്യക്തിയോട് പറഞ്ഞു, ബഹുജാതികൾക്ക് നിന്നെ പിതാവാക്കി വെച്ചിരിക്കുന്നു പറഞ്ഞപ്പോൾ നക്ഷത്രങ്ങളെ നോക്കുന്ന ദൈവം പറഞ്ഞു, ഭൂമിയിലെ പൂഴിയെ നിനക്ക് എണ്ണാൻ കഴിയുമോ എന്ന് ദൈവം ചോദിച്ചു. താൻ അത് കണ്ടിട്ട് അനവധി മക്കളുടെ പിതാവ്, അനവധി മക്കളുടെ മാതാവ് എന്ന ലെവലിൽ സാറ. അപ്പൊ അവരതുപോലെ കാണാനും സംസാരിക്കാനും തുടങ്ങി. ലഭിച്ചു എന്ന് വിശ്വസിച്ചപ്പോൾ ആക്ച്വലി എന്തോ സംഭവിച്ചേ? ആത്മമണ്ഡലത്തിൽ ദൈവം ഒരുക്കിയിരുന്ന നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഇസഹാക്ക് തന്നെ എന്ന് പറഞ്ഞ ആ വ്യക്തി, ആ വാഗ്ദത്തം, ദൈവം പറഞ്ഞ ആ ഉടമ്പടി ആത്മമണ്ഡലത്തിൽ നിന്ന് അബ്രഹാമിലേക്ക് വരികയാണ്. വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സാറയുടെ ഗർഭപാത്രത്തിലേക്ക് അത് ഉരുവാകുകയാണ്. അതാണ് വിശ്വാസം. ആ തലം നിങ്ങൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ എപ്പോഴും പറയേണ്ടത്, കർത്താവെ ലഭിച്ചതിനായി സ്തോത്രം. ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ, സഭയിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ, ഞാൻ സൗഖ്യമായി. അത് നമ്മൾ ഏറ്റവും വലുത്. ഐ ആം ഹീൽഡ്. നീ ഇപ്പോഴും സ്റ്റിൽ യുവർ ബോഡി ഈസ് വീക്ക്. യെസ്, ഐ നോ, ദാറ്റ് ഇസ് ദ ഫാക്ട്, ബട്ട് ദ ട്രൂത്ത്, ഗോഡ് ഓൾറെഡി ഹീൽഡ് മീ. ദൈവം എന്നെ സൗഖ്യമാക്കി. മക്കളെ, നമ്മൾ ആ ഒരു വ്യത്യാസം, അതാണ് കർത്താവ് പറഞ്ഞ്, പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ചോദിക്കുന്നു ലഭിച്ചു. അല്ലെങ്കിൽ നമുക്ക് ഒരു ബന്ധവുമില്ലാതെ ചുമ്മാതെ ഭിത്തിയോട്, പൗലൂസിന്റെ ഭാഷയിൽ പറഞ്ഞ ചുമ്മാതെ ആകാശത്തോട്ട് നോക്കി മുഷ്ടിയുദ്ധം ചെയ്യുന്ന പോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ജൽപ്പനം, ജാതികളെ പോലെ നാം ജൽപ്പനം ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഞാൻ പറയാം, എൻ്റെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ കൊടുത്തു. അതാണ് യോഹന്നാൻ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും അവനോട് അപേക്ഷിച്ചാൽ അവൻ നിങ്ങളുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകും. നമ്മുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു എന്നുള്ളത് അവനോടുള്ള ധൈര്യം, ഉറപ്പ്. എൻ്റെ ഡാഡി പറഞ്ഞു എനിക്കത് വാങ്ങിത്തരാം, എൻ്റെ ഡാഡി പറഞ്ഞു എനിക്ക് വേണ്ടി അത് പ്രവർത്തിക്കും. ആ കുഞ്ഞിൻ്റെ വിശ്വാസം. ചുമ്മാ അല്ല പറയുന്നത്, വേറെ ആൾ പറഞ്ഞെന്നല്ല പറഞ്ഞു. പപ്പ എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞിങ്ങനെ ചെയ്യാവുന്നു. ഞാൻ ഈ സന്ദേശം ഇവിടെ ചുരുക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോട് ശ്രദ്ധിക്കണമേ. എപ്പോഴൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചാലും വിശ്വസിക്കണം. ആ വചനം നിങ്ങൾ വിശ്വസിക്കണം. ആ വചനത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് വേണം. അത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ കൺഫസ് ചെയ്യണം. ആകാശത്തിൽ കൂടി കടന്നുപോയൊരു മഹാപുരോഹിതനുള്ളത് കൊണ്ട് സ്വീകാര്യം. അപ്പോൾ മൈ കൺഫഷൻ എന്നാ പറയുന്നത്. നമ്മൾ ഏറ്റു പറയണം, യേസ് നടന്നു കഴിഞ്ഞു. 2-3 പേര് നമ്മൾ പറയണം, രക്തസ്രവമുള്ള സ്ത്രീ സൗഖ്യമാകുന്നല്ല. അവള് പറഞ്ഞ തൊങ്ങില്ലെങ്കിലും തൊടിഞ്ഞ സൗഖ്യമാണ്. ഇങ്ങനെ പറയാം, അവൾ സൗഖ്യമായ പോലെ അവൾ നടന്നു. അവിടെ വിശ്വാസം ലഭിച്ചതുപോലെ. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ബലഹീനൻ പറയട്ടെ ഞാൻ ശക്തൻ, വീക്ക് സേ ഐ ആം സ്ട്രോങ്, പൂർ സേ ഐ ആം റിച്ച്. ആ ദരിദ്രൻ പറയണം ഞാൻ സമ്പന്നൻ, ആ ക്രിസ്തുവിൽ എനിക്കെല്ലാം നൽകപ്പെട്ടിരിക്കുന്നു. അത് പറയുമ്പോൾ തന്നെ എന്താ സംഭവിക്കുന്ന അറിയാമോ? നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ ഇല്ലാത്തത് വിളിച്ചു വരുത്തുകയാണ്. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, കേൾക്കുന്ന ജീവിതങ്ങളിൽ ഒരു വെളിപ്പാടായി അവരുടെ ഉള്ളിൽ അത് കത്തട്ടെ. അത് ലഭിച്ചിരിക്കുന്നുള്ള ആഴമൊരു വിശ്വാസം ഉള്ളിൽ പതിയട്ടെ. അങ്ങനെ കർത്താവെ, അവര് അത് എടുക്കട്ടെ. അത് പറയുമ്പോൾ തന്നെ സ്വർഗം അവർക്ക് വേണ്ടി റെഡിയാണ്. അതിന് മറുപടി നൽകിയിരിക്കുന്നു. ആമേൻ. അങ്ങനെ ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്. അങ്ങനെ തന്നെ വിശ്വസിക്കുക, പ്രഖ്യാപിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.